വളരെ പെട്ടെന്ന് തീർക്കാവുന്ന ചോദ്യങ്ങൾ ആദ്യം വായിക്കാം. പുരാണകാലത്ത് ഋഷിമാർ പത്നി സമേതരായിട്ടാണ് ജീവിച്ചിരുന്നത്. എന്തുകൊണ്ട് ഇപ്പോഴത്തെ സന്യാസിമാർക്ക് പത്നി നിഷിദ്ധമായി തീരുന്നു? അതിന് കാരണം ഋഷിയും സന്യാസിയും ഒന്നല്ല എന്നുള്ളതാണ്. ഋഷി തീർച്ചയായിട്ടും പത്നി സമേതനായിട്ട് അദ്ദേഹത്തിന് തൻ്റെ കർമ്മങ്ങളെല്ലാം നിർവഹിക്കാനുള്ള വിധിയുണ്ട്. സന്യാസിക്ക് ആ വിധിയില്ല. രണ്ടും രണ്ട് തരത്തിലാണ്. ധാരാളം ചോദ്യമുണ്ട്. എല്ലാ ജീവജാലങ്ങളിലും സ്ത്രീ പുരുഷ അനുപാതം നിശ്ചയിക്കുന്നത് ജഗതീശ്വരനാണല്ലോ. ഇതിൽ മനുഷ്യൻ്റെ അനാവശ്യ ഇടപെടൽ ദോഷം ചെയ്യുന്നില്ലേ? ഒന്ന് വിശദീകരിക്കാമോ? സ്ത്രീ പുരുഷ അനുപാതം നിശ്ചയിക്കുന്നത് ജഗതീശ്വരനാണ്. അതിൽ മനുഷ്യൻ്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ നേരത്തെ കുട്ടി ഏതാണെന്ന് മനസ്സിലാക്കി അതിനെ നശിപ്പിക്കുക, അങ്ങനെയുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈശ്വരൻ എന്താണോ തരുന്നത് അത് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാനുള്ള മനസ്ഥിതി ഇല്ലാത്തവരാണ് സ്വന്തം ഇഷ്ടം ഇതിനകത്ത് കൊണ്ടു ചേർക്കുന്നത്. ശരിയല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഒരു കർമ്മം നിർവഹിക്കുമ്പോൾ അതിൻ്റേതായ ഫലങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടി വരും. മാത്രമല്ല അത് ഒരു പരിധിവരെ സമൂഹവും അനുഭവിക്കേണ്ടി വരും. വിശേഷേണ വഹിക്കേണ്ടത് വിവാഹം. വഹിക്കുക, ചുമക്കുക, ചുമടെടുക്കാൻ താല്പര്യം കുറയുന്നു. കഷ്ടപ്പെടാൻ സന്നദ്ധമല്ല. അതിനാൽ വിവാഹത്തിന് താല്പര്യം കുറയുന്നു. എന്നാൽ പരസ്പരം ഒരു ലക്ഷ്യത്തിലേക്കാണ് പരസ്പരം വഹിക്കേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞാൽ തുല്യമാകും വിവാഹത്തിന്, അല്ലെങ്കിൽ തയ്യാറാകും വിവാഹത്തിന്. അടുത്ത ചോദ്യം ഏകദേശം ഇതിനോട് ചേർന്നിട്ടുള്ളതാണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഭൗതിക സുഖം മാത്രം താല്പര്യപ്പെടുന്നു. അതിനാൽ വിവാഹത്തിനോ വിവാഹിതയാകുക സന്താനത്തിനോ താല്പര്യമില്ല. ഇതിന് അമ്മമാരോടോ കുട്ടികളോടോ എന്തെങ്കിലും ഉപദേശിച്ചിട്ട് കാര്യമുണ്ടോ? വംശം പോലും ഇല്ലാതെ ആകുന്നതല്ലേ? ഇതിന് കൃത്യമായിട്ടുള്ള ഉത്തരം പറഞ്ഞാൽ വേഗം അടുത്ത വണ്ടി പിടിച്ച് എനിക്ക് ഏറ്റുമാനൂർക്ക് പോകേണ്ടി വരും, ബാക്ക് സൈഡ് കൂടെ സ്റ്റേജിൻ്റെ. പിന്നെ ഒരു ഭാഗ്യം, ഇവിടെ പുരുഷന്മാർ കുറച്ച് കുറവാണ്. വിവാഹത്തിന് താല്പര്യം ഏറ്റവും കൂടുതൽ കുറവ് കാണിക്കുന്നത് പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ? പെൺകുട്ടികളാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കാലം മാറിയത് നമ്മളുടെ കുടുംബത്തിൽ ആ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാലമാറ്റം നമ്മൾ ചില സമയത്ത് അംഗീകരിക്കില്ല, ചില സമയത്ത് അംഗീകരിക്കും. ഈ ഒരു രീതിയിലാണ് നമ്മളുടെ പോക്ക്. ഇപ്പോൾ പഴയ രാമായണത്തിൻ്റെ കഥയൊക്കെ എടുത്താൽ നമ്മൾ ഉടനെ കാലമാറ്റം നമുക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ചോദിക്കുക, ശ്രീരാമൻ എന്തിനാ ഈ കഷ്ടപ്പെട്ട് ഈ സേതുവൊക്കെ ബന്ധിച്ച ബ്രഹ്മോസ് വിട്ടാൽ പോരായിരുന്നു അല്ലേ? നമ്മുടെ കുട്ടികൾ ചോദിക്കും. അന്നത്തെ ശ്രീരാമൻ്റെ ബ്രഹ്മോസാണ് അസ്ത്രം എന്ന് പറയുന്നത്. ഇന്നത്തെ കൊറിയറാണ് അന്നത്തെ ഹനുമാൻ സ്വാമി. പക്ഷേ ഇന്ന് സ്ത്രീക്കും പുരുഷനും ജോലിക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചോദ്യം എഴുതിയ ആൾക്കാരുൾപ്പെടെ എത്ര പേർ നിങ്ങളുടെ കുടുംബത്തിൽ സ്ത്രീയും പുരുഷനും ജോലിക്ക് പോകുമ്പോൾ സ്ത്രീ 5 മണിക്ക് എഴുന്നേറ്റ് ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ 50-50 ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്? പുരുഷനും സ്ത്രീയും രാവിലെ 2 പേരും 5 മണിക്ക് തന്നെ എഴുന്നേറ്റ് നിങ്ങളുടെ ജോലി പങ്കിടുന്നുണ്ട്. ഇത് പങ്കിടുന്നത് കാണാത്ത ഒരു പെൺകുട്ടി നാളെ താൻ വിവാഹം കഴിച്ചാലും ഈ ഉത്തരവാദിത്വം മുഴുവൻ എൻ്റെ തലയിലേക്കാകും എന്നവൾക്ക് നന്നായിട്ടറിയാം. കാരണം ആ കുടുംബത്തിലുള്ള തൻ്റെ തന്നെ സഹോദരൻ തൻ്റെ അച്ഛൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് പഠിക്കുന്നതെന്ന് അവൾക്ക് നന്നായിട്ടറിയാം. അപ്പം അതുകൊണ്ട് തന്നെ കാലം മാറിയപ്പോൾ ആൺകുട്ടികൾ എല്ലാവരും കല്യാണം കഴിക്കാൻ സന്നദ്ധരാണ്. വളരെ കുറവേ ഉള്ളൂ ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ വിമുഖത കാണിക്കുന്നവർ. സ്ത്രീകളാണ് വിമുഖത കാണിക്കുന്നതിൽ കൂടുതൽ. അതിന് കാരണം ഇതാണ്, സ്ത്രീകളുടെ ഉത്തരവാദിത്വം മാത്രമാണിതെല്ലാം എന്നുള്ള ചിന്ത ഇവിടെ പുരുഷന്മാരോട് കൂടി വന്നിരിക്കുന്ന പലർക്കും പറയാൻ വിമുഖത കാണും. പക്ഷേ മിക്കവാറും കുടുംബങ്ങളിൽ ഇതുപോലെയുള്ള ഉത്തരവാദിത്വം 50-50 ആയിട്ടുള്ള സാഹചര്യം വളരെ കുറവാണ്.
ഏറ്റവും ന്യൂ ജൻ കുടുംബങ്ങളിൽ പോലും പലപ്പോഴും കാണാൻ സാധിക്കും, രാവിലെ ഭർത്താവ് ജിമ്മിലോട്ട് പോകും, ഓടാൻ പോകും, ട്രൗസറൊക്കെ ഇട്ട്. തിരിച്ചു വരുമ്പോഴത്തേക്കും കട്ടൻ കാപ്പി, ചായ, ലഞ്ച് ബോക്സ് എല്ലാം ഇവിടെ റെഡിയാകണം. ഈ ഒരു സാഹചര്യം കാണുന്ന പുതിയ തലമുറ പണ്ട് കുറേയൊക്കെ സമ്മതിക്കുമായിരുന്നു, കാരണം സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതുകൊണ്ട്. ഇന്ന് സ്വന്തമായിട്ട് ധാരാളം സമ്പാദിക്കാനും സാമ്പത്തിക ഭദ്രതയുണ്ട്, മനസ്സമാധാനമുണ്ട്, ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം, ഇഷ്ടമുള്ളിടത്തെല്ലാം പോകാമെന്നുള്ളപ്പോൾ അവരെന്തിനിതിന് തയ്യാറാകുന്നു? ഇത് നമ്മൾ തന്നെയാണ് നമ്മുടെ കുട്ടികളെ ഒരു കാലത്തും വിവാഹത്തിന് സമ്മതിക്കാത്തതിന് കുറ്റം പറയാൻ സാധിക്കില്ല. നമ്മുടെ കുടുംബത്തിൽ, നമ്മളുടെ അയൽവക്കത്തെ വീട്ടിൽ കാണുന്ന സാഹചര്യമാണ് നമ്മുടെ കുഞ്ഞിൻ്റെ മനോഗതി ഇങ്ങനെയാക്കിയത്. ഇന്ന് പണ്ടത്തെ പോലെയല്ല, പൈസ ധാരാളം വേണം. പണ്ടാണെങ്കിൽ സ്ത്രീകളാണെങ്കിൽ അധികം യാത്രയൊന്നുമില്ല. ഇന്ന് യാത്ര ചെയ്യണമെങ്കിൽ തന്നെ എന്തുമാത്രം പൈസ വേണം, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ സാഹചര്യങ്ങൾ മാറിയപ്പോൾ പുരുഷനും സ്ത്രീയും രണ്ടുപേരുടെ ജോലിയെയും ഒരുപോലെ അംഗീകരിച്ച് അവർക്ക് വേണ്ട പ്രാതിനിധ്യം കൊടുത്തില്ല എങ്കിൽ ആത്മാർത്ഥമായിട്ടുള്ള ദാമ്പത്യം ഉണ്ടാവില്ല, ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും അവിടെ ഉണ്ടാവില്ല. പിന്നെ ചെറിയ അഭിനയമൊക്കെ നടത്തും, കാരണം മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടതുകൊണ്ട്. പക്ഷേ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കിട്ടണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹകരണം തീർച്ചയായിട്ടും വേണം. അടുത്തൊറ്റ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, ഇംഗ്ലീഷിലാണ്. എനിക്ക് ഹാൻഡ് റൈറ്റിംഗ് അത്ര മനസ്സിലാവുന്നില്ല. ടു ശ്രീമതി സരിത അയ്യ, ബിഹൈൻഡ് എ സക്സസ്ഫുൾ മാൻ ദർ ഈസ് എ വുമൻ, ബട്ട് നൗ ഈദർ വേ ഓൾസോ ഹാപ്പനിങ്, ബട്ട് ആൻ ഈഗോ ആൻഡ് പ്ലേസ് ഇറ്റ് ആരെ ഇത് റൈറ്റ് ഓർ റോങ്? കൈൻഡ്ലി എക്സ്പ്ലെയിൻ ഓൾസോ വാട്ട് ലീഡ്സ് ടു ഡൈവോഴ്സ്. ആൻ എക്സാമ്പിൾ മുഴുവനായിട്ട് വായിക്കാൻ പറ്റുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു നെയിം ദ പേഴ്സൺ. വിവാഹ ഡൈവോഴ്സിനെ പറ്റിയും ഏതൊരു പുരുഷൻ്റെ പുറകിലും സ്ത്രീ ഉണ്ടെന്നും സ്ത്രീയുടെ പുറകിൽ പുരുഷനുണ്ടെന്നും ഉള്ളതൊക്കെയാണ്. എനിക്ക് തോന്നുന്നു ഈ കണക്കൊക്കെ എടുത്തിട്ട് സത്യം പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? സ്ത്രീയുടെ മുന്നിലാണോ പുരുഷൻ, പുരുഷൻ്റെ പുറകിലാണോ സ്ത്രീ? ഇതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ തർക്കിച്ചോ ഇങ്ങനെ കേട്ട് ഒരു രോമാഞ്ചമൊക്കെ കൊണ്ടിട്ട് പോകാം, അല്ലേ? എല്ലാ പുരുഷന്മാരുടെ പുറകിലും സ്ത്രീയുണ്ട്, എന്തൊരു സുഖം എന്ന് പറഞ്ഞ് പോകുന്നിട്ട് വീട്ടിൽ പോയിട്ട് വീണ്ടും പാത്രം തേക്കലോ അടിച്ചു വാരലും ഇത് തന്നെ. ഇതുകൊണ്ടൊന്നും നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് വാക്കുകൊണ്ട് സമർത്ഥിച്ചതുകൊണ്ട് കാര്യമില്ല. സമൂഹത്തിലും കുടുംബത്തിലും വീട്ടിലും മാറ്റം വരണം. അതല്ല, ഞാൻ എപ്പോഴും പറയും, വീട്ടിലത്തെ സിങ്കെന്ന് പറഞ്ഞാൽ ദ്രൗപദിയുടെ അക്ഷയപാത്രം പോലെ ഒരു സ്പൂണാണെങ്കിലും എപ്പോഴും കാണും, അല്ലേ? എപ്പോഴും കാണും. അപ്പോൾ പുരുഷന്മാരെ, ഞാനൊരു ഫെമിനിസ്റ്റൊന്നും അല്ല, പക്ഷേ എങ്കിൽ പോലും ധാരാളം പുരുഷന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഈ അടുപ്പിൽ നിന്നൊന്നും അടുപ്പിലോട്ടൊന്ന് എടുത്തു വയ്ക്കാനും തിരിച്ച് താഴോട്ട് ഇറക്കി വയ്ക്കാനും എന്നെ ഇത്ര വലിയ പണിയാന്ന് പറയുന്നത്, രാവിലെ തൊട്ടപ്പുള്ള പണിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? എന്നാൽ ചേട്ടനൊന്നും ഇത് ചെയ്ത് കാണിച്ച്. വലിയ അഭിമാനം ഉള്ളതുകൊണ്ട് അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതങ്ങ് ചെയ്ത് കാണിക്കും. പക്ഷേ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? അദ്ദേഹത്തിനോട് പറയണം, ഒരു 4 മാസം സ്ഥിരമായിട്ടിത് ചെയ്ത് കാണിക്കൂ. കാരണം നമ്മളെത്ര കാലം, 50-60 വർഷമല്ലേ ചെയ്യുന്നത്. ഒരു ദിവസം ചെയ്ത് കാണിക്കാൻ ആർക്കും പറ്റും. ഒരു 4 മാസം, ഒരു 6 മാസം സ്ഥിരമായിട്ട് ഇതൊന്ന് ചെയ്ത് കാണിക്കുക. നമ്മൾ രാവിലെ ജിമ്മിൽ പോകണു, കട്ടൻ കാപ്പിയൊക്കെ കുടിക്കാൻ പോകുന്നു, തിരിച്ചു വരുമ്പോൾ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡി ആയിട്ടിരിക്കുന്നു. ഒരു 6 മാസം അടുപ്പിലോട്ട് പാത്രം എടുത്ത് വെക്കുകയും ഇറക്കി വെക്കുമ്പോൾ ചെയ്യുമ്പോൾ മനസ്സിലാകും ഇത് വെറുതെ എടുത്ത് വയ്ക്കുകയോ ഇറക്കി വയ്ക്കുകയോ ആണോ, അല്ലേ? അപ്പോൾ അക്കരെ പച്ച പോലെ അവിടെ ഇവിടെ നിന്ന് പറയാൻ നല്ല എളുപ്പമാണ്. സായിബാബ എല്ലായ്പ്പോഴും, ഭഗവാൻ സത്യസായി ബാബ പറയും, ഒരിക്കലും സ്ത്രീകൾ ഒന്ന് കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്താൽ ഭർത്താക്കന്മാരോട് പറഞ്ഞിട്ടുണ്ട്, നീ ഒരക്ഷരം മിണ്ടി പോകരുത്. കാരണം ഭഗവാൻ പറയുന്നു, നിനക്ക് ജോലിക്ക് പോവുക വരുന്നത് മാത്രമേ ഉള്ളൂ. ഇത് മൾട്ടി ടാസ്കിങ് ആണ്, അല്ലേ? ഇത് കുട്ടിയെ പോലെ നിന്നെ നോക്കണം, പിള്ളേരെ നോക്കണം, കുടുംബകാര്യം നോക്കണം, ജോലിക്ക് പോകണം. ആ സമയത്ത് അവർക്ക് ചില വിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മിണ്ടാതെ പഞ്ചപുച്ഛം ഇടയ്ക്ക് കേട്ടോണെന്ന് ഭഗവാൻ സത്യസായി ബാബ കൊടുത്ത ഒരു ഉപദേശമാണ്. അപ്പം അതുകൊണ്ട് തന്നെ പുരുഷന്മാർ സ്ത്രീകളുടെ യഥാർത്ഥ സ്നേഹം നിങ്ങളുടെ പാർട്ട്ണറുടെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആത്മാർത്ഥമായിട്ട് അവരുടെ എല്ലാ കാര്യങ്ങളിലും ഹൃദയം കൊണ്ട് പങ്കാളികളാകുക.
നിങ്ങൾക്ക് സ്വർഗതുല്യമായിട്ടുള്ള ജീവിതം ലഭിക്കും. ഒരു കാര്യം കൂടെ പറഞ്ഞ് സമാപിപ്പിക്കാം. പലപ്പോഴും ചില പുരുഷന്മാരുടെ വിചാരം ഭാര്യമാരെ കൂടുതൽ പഠിപ്പിച്ചാൽ, കൂടുതൽ ഡ്രൈവിങ്ങിനൊക്കെ വിട്ടാൽ, വളരെ വലിയ ജോലിക്കൊക്കെ വിട്ടാൽ അവൾക്ക് എന്നോടുള്ള സ്നേഹം കുറയുമോ എന്നാണ്. എന്നാൽ എല്ലാം ജനറലൈസ് ചെയ്തേ പറയാൻ പറ്റൂ. സ്ത്രീകളുടെ മനസ്സ് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ്. തന്നെ ആരാണോ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്, ലോകത്തിൽ എന്തെല്ലാം ഭ്രമം മുന്നിൽ വന്നാലും ഉറച്ച് അയാളുടെ കൂടെ നിൽക്കും. ഒരു നന്മ നിറഞ്ഞ സ്ത്രീയുടെ മനസ്സാണ്. ഒരു സ്ത്രീയെ നിങ്ങൾ എത്രമാത്രം ഉയരത്തിലെത്തുന്നുവോ നമ്മൾ കാന്തം പോലെ അവൾ നിങ്ങളോട് ചേർന്ന് നിൽക്കും, മൂല്യമുള്ളവളാണെങ്കിൽ. ചെറിയൊരു ഫോർമുലയാണ്. ഇതൊന്ന് മനസ്സിലാക്കി ഈ ഒരു കെയർ കൊടുത്താൽ വളരെ ശാന്തമായിട്ടും സന്തോഷമായിട്ട് ജീവിക്കാം. ഇങ്ങനെ നിങ്ങൾ ജീവിച്ച് കാണിച്ചാൽ നിങ്ങളുടെ മക്കൾ വിവാഹത്തിന് തയ്യാറാകും.